മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഉസ്താദിന്റെ രംഗപ്രവേശത്തോടു കൂടെ അൽഹംദുലില്ലാഹ് വലിയ അഭിമാനം പണ്ഡിതന്മാർക്ക് കേരളത്തിലുണ്ടായി. അതുപോലെ ഒരുപാട് അഭിമാനത്തിന് ഈ സമുദായത്തിന് വകുപ്പുണ്ടായി. അതെല്ലാം ഇങ്ങനെ കണ്ട് അനുഭവിക്കുന്ന ആളുകൾ, ഞാനിപ്പോൾ പേര് പറയുന്നില്ല, എൻ്റെ നാട്ടിൽ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. മുതഅല്ലിമായ സമയത്ത് എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നെ നോമ്പ് തുറക്കാൻ വിളിച്ച് നോമ്പ് തുറപ്പിക്കാറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ നാട്ടിൽ നോമ്പ് തുറക്കാൻ പോകുന്ന എൻ്റെ കുടുംബത്തിലല്ലാത്ത ഒരേ ഒരു വീട് അദ്ദേഹത്തിൻ്റെതാണ്. ഇരിക്കട്ടെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചില മക്കൾ ഈ സദസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. കാലം കുറെ കഴിഞ്ഞു, അദ്ദേഹത്തിന്റെ മക്കളൊക്കെ നന്നായി വളർന്നു, അൽഹംദുലില്ലാഹ്. കുറെ കാലം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എനിക്കിത് തിരിഞ്ഞില്ല, ഇങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളെ മുസ്ലിയാരാക്കുമായിരുന്നു എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിവിടെ വയലു പറയാൻ നിന്ന് കള്ളം പറഞ്ഞതല്ല. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇസ്സത്തോടുകൂടെ ജീവിക്കുന്നത് കാണുമ്പോ സമുദായത്തിലുള്ള നല്ലത് ചിന്തിക്കുന്നവർക്ക് അതിൽ അഭിമാനമാണ്. KS അബ്ദുള്ള സാഹിബിന് എനിക്ക് ഓർമ്മ വരികയാണ്. കാസർകോട്ടുകാരനാണ്, വലിയ പണക്കാരനാണ്. ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അതേ AC-യിലാണ് യാത്ര ചെയ്യുന്നത്. കാരണം പൊടിപടലങ്ങൾ അറിയാൽ ജലദോഷം വരും, കൊര വരും, പിന്നെ പ്രസംഗിക്കാൻ കഴിയില്ല. ഏകദേശം ഒരു 30ഓളം കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ വണ്ടി കയറി അദ്ദേഹവുമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പണ്ഡിതന്മാർ നല്ല ഇസ്സത്തോടെ ജീവിക്കുമ്പോൾ എന്നെപ്പോലുള്ളവർക്ക് വലിയ സന്തോഷമാണ്, അഭിമാനമാണ്. അദ്ദേഹത്തിന്റെ നല്ല മനസ്സാണെന്ന് ഞാൻ കരുതുന്നു. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിൽ സന്തോഷം നൽകട്ടെ. പക്ഷേ പലർക്കും മനസ്സ് നന്നല്ലെങ്കിൽ അസൂയയുണ്ടാകും. അത് മനസ്സ് നന്നല്ലാത്തതിന്റെ ദോഷമാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഇസ്സത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അതേ രക്ഷിതാക്കൾക്ക് തോന്നുന്നു, എൻ്റെ മകനും ഒരു ഹാഫിളാകണം, എൻ്റെ മകളും ഒരു ഹാഫിളത്താകണം, അതെ എൻ്റെ മകനും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം, എൻ്റെ മകനും ഒരു ആലിമാകണം. അങ്ങനെ ചിന്ത വരുന്നത് നല്ല ചിന്തയല്ലേ? പക്ഷേ അങ്ങനെ നല്ല ആഗ്രഹത്തോടെ വന്ന മുതഅല്ലിമ്, ആ മുതഅല്ലിമ് അതാ ഒരു മാസം കഴിഞ്ഞ് ലീവ് വന്നപ്പോ 2 ദിവസത്തേക്ക് നാട്ടിലെത്തിയപ്പോൾ അവന്റെ നേരത്തെ കൂട്ടുകാരെ കണ്ടു. ആ കൂട്ടുകാര് ചോദിക്കുന്ന, എല്ലടോ നീ തലയെക്കെട്ടും കെട്ടിയിട്ട് എത്ര കാലാ നടക്കുക? നിനക്കെവിടെയാ എന്താ കിട്ടുക? നിനക്കറിഞ്ഞൂടെ ഇവിടുത്തെ മദ്രസയിലെ ഉസ്താദിന് എത്രയാ ശമ്പളം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മുതഅല്ലിമീങ്ങളെ, ശമ്പളത്തിന് വേണ്ടി അല്ലല്ലോ നമ്മൾ ഇൽമു പഠിക്കുന്നത്. ഇൽമു പഠിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? അതേ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന എന്ന ഹദീസ് തുടക്കത്തിൽ സുൽത്താനുൽ ഉസ്താദ് അവറുകൾ ഇവിടെ നിന്ന് ഓതിയില്ലേ? ഇൽമു പഠിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ? ആ സ്വർഗം വാങ്ങിത്തരാൻ ആർക്ക് കഴിയും ഇവിടെ? അല്ലാഹു തആല തരുന്ന സ്വർഗം വാങ്ങിത്തരാൻ ആർക്ക് കഴിയും ഇവിടെ? ഇൽമിന്റെ വഴിയിലേക്ക് കടന്ന മുതഅല്ലിമീങ്ങളെ, നിങ്ങളെ വഴിതിരിക്കാൻ വേണ്ടി പിശാച് പലരെയും രംഗത്തോട്ട് വരും. ഒരുപക്ഷേ നിങ്ങളെ കൂടെ SSLC-യിൽ പഠിച്ചവനായിരിക്കും, ചിലപ്പോൾ നിന്റെ കുടുംബക്കാരനായിരിക്കും, ചിലപ്പോൾ നിന്റെ അയൽവാസിയായിരിക്കും, ചിലപ്പോൾ നിന്റെ കൂടെ പഠിച്ചവനായിരിക്കും. അവിടെയെല്ലാം ഈ ആയത്ത് നല്ല ഓർമ്മ വേണം. അതേ, ആരാണെങ്കിലും ശരി, ഫഹ്ദറൂഹും, അവരെ സൂക്ഷിക്കണേ. നമ്മളെ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് വഴിതിരിക്കുന്നവരെ ഒരിക്കലും വഴിപ്പെട്ടു പോകരുതേ.